മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാമതിയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. പരിശുദ്ധ അമ്മ അന്ന് നമ്മളോട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മളും മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് 6 നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടേതായുള്ള ബലഹീനതകളെ, കുറവുകളെയൊക്കെ ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈ ആരാധനാ സമയം മുഴുവനും ഈശോയെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, ദൈവരാജ്യത്തിൻ്റെ വലിയ ഉപകരണമാക്കണമേ, ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് എന്നെ പ്രാപ്തയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ സമയങ്ങളിൽ ഒത്തിരിയേറെ തകർന്നടിഞ്ഞ മക്കളുടെ ജീവിതങ്ങളാണ് ഈ ഒരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ അവസാന അത്താണിയായി ഈ ഒരു ആരാധനയെ, ദൈവാശ്രയത്തെ കാണുന്നത്. അവർക്കെല്ലാം ഈ ആരാധന ഏതെല്ലാം സമയത്ത് പങ്കെടുക്കുന്നുവോ അപ്പോഴെല്ലാം അത് അഭിഷേകമായി മാറുവാൻ, അവരോടൊക്കെ ദൈവവചനത്തിലൂടെ ഈശോ സംസാരിക്കുവാൻ, വലിയ സാന്ത്വനം ലഭിക്കുവാൻ, ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ കരുണയാകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റവും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആരാധന യേശുവേ മഹത്വം കർത്താവേ. കാത്തുകൊള്ളണമേ. ഓരോരുത്തരുടെയും കണ്ണീര് തുടയ്ക്കണമേ. രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ.
പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പാപങ്ങളെ പൊറുക്കണമേ, ജീവിതത്തിൽ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധയമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ അമ്മ മാതാവിന്റെ സംരക്ഷണയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ കൈകൾ ഉയർത്തിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ.
പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കും കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ ഇന്നു പ്രാപിക്കാം വിടുതൽ ഇന്നു പ്രാപിക്കാം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദിവ്യകാരുണ്യ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ നന്ദി ആരാധന യേശുവേ മഹത്വ ആരാധന. മടുപ്പു കൂടാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മടുപ്പു കൂടാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമാണ് നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന മരിക്കും രോഗിക്കു സൗഖ്യം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കും കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കും കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ ഇന്നു പ്രാപിക്കാം വിടുതൽ ഇന്നു പ്രാപിക്കാം സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷക്കീന ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും എല്ലാം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ദൈവ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യാചിപ്പിനെന്നാൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പിനെന്നാൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും. ഉറക്കെ ചെറുപാടാം യാചിപ്പിനെന്നാൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവരം പ്രാപിക്കാൻ എത്രയോ മുട്ടുവിൻ തുറക്കും സ്വർഗ്ഗത്തിൻ കലവരം യാചിക്കാൻ എത്രയോ നന്മകൾ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കും കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കും കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ ഇന്നു പ്രാപിക്കാം വിടുതൽ ഇന്നു പ്രാപിക്കാം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ദേഹത്തെ ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകി ദേഹത്തെ ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകി കൈകൾ ഉയർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ ഇന്നു പ്രാപിക്കാം വിടുതൽ ഇന്നു പ്രാപിക്കാം ശക്തിയോട് ചേർന്ന് ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ഉറക്കെ ഉറക്കെ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹത്തെ ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായവൻ നൽകി
ദേഹം തേങ്ങി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ ഇന്ന് പ്രാപിക്കാം വിടുതൽ ഇന്ന് പ്രാപിക്കാം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ കൈയുയർത്തി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ വിടുതൽ ഇന്ന് പ്രാപിക്കാം 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും കേൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും ആത്മാവിന്റെ വലിയ കൈ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പുതിയ പുതിയ ശുശ്രൂഷ മേഖലകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകമുള്ള വ്യക്തികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തു ഉടന്തനായ മനുഷ്യന്റെ സൗഖ്യത്തിലൂടെ ക്രിസ്തുവിനെ എല്ലാവരും അറിയാവുന്ന രീതിയിലാണ് ദൈവം എല്ലാം ക്രമീകരിക്കുന്നത്. അല്ല നിന്റെ സ്വകാര്യമായൊരു വിഷയം സ്വകാര്യമായി പരിഗണിക്കുകയല്ല. നിന്റെ അപേക്ഷയേക്കാൾ ഉപരി നിന്റെ ആവശ്യത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6:33 പറയുന്നത് നിന്റെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നീ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം നിന്റെ ആവശ്യങ്ങളെല്ലാം നിന്റെ അപേക്ഷകളെല്ലാം ദൈവം ചേർത്ത് നൽകുന്നതാണ്. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കള് അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന മക്കള് ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഇദ്ദേഹം എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നുവോ അവിടെ വരെല്ലാം ദൈവത്തിന്റെ കൃപ ശക്തിയായി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം ഹല്ലേലൂയ. പിന്നെ മക്കളെ വളരെ ദൈവത്തിന്റെ കൃപ ശക്തി വിടുതല് സൗഖ്യമൊക്കെ കരനടിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഹൃദയത്തെ സന്തോഷിക്കണം. വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കലർത്തിക്കൊണ്ട് അവരുടെ കെടുരക്തത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് മറ്റൊരു രോഗങ്ങളിൽ നിന്ന് മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടകളിൽ നിന്ന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ രോഗസൗഖ്യ സന്ദേശം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തെ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. യേശുവേ ആരാധന ആരാധന. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ മുടന്തനെ പോലെ ക്രിസ്തുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ അവനെ നേരത്തെ അറിയാമായിരുന്നവനെ അവന് സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവമേ
ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥനയോടെ ചോദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദേവതാവേ നന്ദി, ദേവതാവേ ആരാധന. ഹല്ലേലൂയ. കർത്താവെ, മുതുക് രോഗികളെ ഇപ്പൊ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. പിൻകഴുത്തിന് താഴെ നീര് കെട്ടിക്കിടക്കുന്നവരെയും നീര് ഇറങ്ങിപ്പോകാതിരിക്കുന്നവരെയും അതുകൊണ്ട് ശരീരം ചൂടായിരിക്കുന്നവരെയും അവർക്ക് ഉറങ്ങാൻ പറ്റാത്തവരെയും ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്ത സ്പർശിക്കണമേ. കർത്താവ്, ശരീരത്തിന് മുഴകളുള്ളവരെ, ശിഷ്ടമുള്ളവരെ, കർത്താവ് ഗ്രോത്ത് ഉള്ളവരെ നീ സ്പർശിക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ എല്ലാ സൃഷ്ടികളും ഗ്രോത്തുകളും മുഴകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കക്ഷത്തിനും മടക്കുകളിലും കാലിനും മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും അത് അലർജി ആവുകയും വെള്ള പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാർന്ന് അണിപ്പെടുതാർന്ന് വലുതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണ് സന്ധ്യബന്ധങ്ങളിൽ കർത്താരത്വം നിറയട്ടെ. മാംസപേശികളിൽ കർത്താരത്വം നിറയട്ടെ. ഉച്ചമ ഉള്ളംകാല് വരെ കർത്താരത്വം നിറയട്ടെ. എല്ലാ രോഗങ്ങളും മാർഗ രോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവ് 1 പ്രാർത്ഥിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രാവൽസ്, എല്ലാ തരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കും കർത്താവെ. കർത്താവ്, ഓരോ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവെ അങ്ങ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമ്മയെ പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക. പ്രത്യക്ഷത്തിന് സ്ഥിരീകരണത്തിനായി ആയിരക്കണക്കിന് ആരാധന നടത്തിയ ആരാധന സന്നിധാനത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തെ കൽപ്പിക്കുന്ന മാരകരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവ്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വഴിയില്ലാത്തവര്, ഇന്റർവ്യൂവിൽ തോറ്റവര്, പരീക്ഷയിൽ തോറ്റവര്, ഇന്റർവ്യൂ പ്രതീക്ഷിക്കുന്നവര്, അല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, കർത്താവെ ജോലി പ്രതീക്ഷിക്കുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ, വിദേശത്ത് ജയിലിലായവർ, നാട്ടിൽ ജയിലിലായവർ, എല്ലാം വ്യത്യസ്തമായ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വിവാഹം മോചനത്തിന് വേണ്ട കേസ് കൊടുത്തിരിക്കുന്നവർ, ഒന്നിച്ച് താമസം വീണ്ടും ആഗ്രഹിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിന്റെ കരുണ, മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സാക്ഷികളാകാൻ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. സുനിയുടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ മക്കളില്ലാത്തവർ നീ ആശീർവദിക്കണമേ, വിവാഹം ഒത്തുവരാത്തവർ നീ ആശീർവദിക്കണമേ, ഭവനങ്ങളില്ലാത്തവർ നീ ആശീർവദിക്കണമേ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ നീ ആശീർവദിക്കണമേ, പലതരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളിലും തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ നീ ആശീർവദിക്കണമേ. ജപ്തിയും അതുപോലെ തന്നെ സ്ഥലം വിൽക്കാനുള്ളവർ, അതുപോലെ തന്നെ ആധ്യാത്മികമായ തകർച്ച വന്നവർ, ആധ്യാത്മികമായ പാപകരമായ ജീവിത അവസ്ഥകളിൽ കുടുങ്ങിപ്പോയവർ, എല്ലാ മാരക പാപങ്ങളും ജീവിത സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവര്യണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, സൗഖ്യം നൽകണമേ. സന്തോഷത്തോടെ മുട്ട നിൽക്കുക, കരയൊന്നും വേണ്ട. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ബലമായി, പ്രാർത്ഥനയുടെ ഭാഗമായി ഉടമ്പടി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കരയാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നീ കറക്റ്റ് റൈറ്റായിട്ടുള്ള സ്ഥലത്താണ് നീ വന്നിരിക്കണമെന്ന് ആദ്യം ഓർക്കണം. വിത്ത് റൈറ്റ് ഇൻറ്റൻഷൻ ദൈവം അത് നിന്നെ മാനിക്കും. നിന്റെ നിയോഗങ്ങളെ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. ആവർത്തിച്ച് പറഞ്ഞേ,
എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു. എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു. എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഇത്രയും വളരെ ഫെസ്റ്റിവലായിട്ടുള്ള ദിവസമാണ്. ആ ഫെസ്റ്റിവലും കാർണിവലും ഒന്നും നോക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം വലുത് തന്നെയാണ്. ദൈവം തീർച്ചയായിട്ടും മാനിക്കും. കർത്താവിനെ തന്നെ നോക്കുക. കർത്താവെ, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന മക്കള് മുടന്തം പത്രത്തിനെ സൂക്ഷിച്ചു നോക്കിയ പോലെ അങ്ങയെ സൂക്ഷിച്ചു നോക്കുകയാണ്. അങ്ങയുടെ നാമത്താൽ അവരെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. അവർ നിനക്ക് സാക്ഷികളായ സന്തോഷത്തോടെ ഈ സാക്ഷി കൂടാരത്തിൽ വന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ ലോകത്തോട് വിളിച്ചു പറയുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും അവരുടെ സങ്കടങ്ങളെ, കണ്ണുനീരിന്റെ രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നിമിഷം നീങ്ങിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ എൻ്റെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കൽപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ സ്വയത്തെ ഉപേക്ഷിച്ച് നിന്റെ ഹിതം മാത്രം തേടി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലെയായി നിന്നെ അനുഗമിച്ച പത്രോസിന് അവസാന നിമിഷം വരെ സ്വർഗീയ വെളിപാടുകൾ നൽകി ഈശോയെ, നിന്റെ സഭ പടുത്തുയർത്തിയ ആ വലിയ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളെയും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും
പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും